അയ്യന്നങ്കാവിത്താലാവരമ്പത്തേ തകതൈ അയ്യന്നങ്കാവിത്താലാവരമ്പത്തേ മയിലിന്റെ ഇറച്ചിയോട്ടെന്തിനും കൊള്ളാം തകതൈ മയിലിന്റെ ഇറച്ചിയോട്ടെന്തിനും കൊള്ളാം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇന്ന് ഒരു നാടൻ പാട്ടിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അത് മറ്റാരുമല്ല, സുര നാവായിക്കുളം. അദ്ദേഹം മറ്റു പലരുടെയും പാട്ടുകൾ പാടുന്നതിന് ഒപ്പം തന്നെ സ്വന്തമായി പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്ത് വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തി എന്നേ പറയാൻ പറ്റുള്ളൂ. അതായിരിക്കും കറക്റ്റ്. വലിയ മനുഷ്യനാണ് കേട്ടോ. മനസ്സുകൊണ്ട് വളരെ നല്ലൊരു മനുഷ്യനും കൂടെയാണ്. നല്ല മനോഹരമായ ഗാനങ്ങളാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അറിയാതെ താളം പിടിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ പാട്ട്. അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി, സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് നമുക്ക് വേണ്ടി ഒരു ഗാനം ഇപ്പോഴാലപിക്കും. ശരിയല്ലേ? പാടത്തില്ലേ? അപ്പൊ നമ്മുടെ കാഴ്ചക്കാർക്ക് വേണ്ടി ഒരു ഗാനം. ഫുള്ളില്ല എങ്കിലും മതി, ഉള്ളത് മതി, കുറച്ച് മതി. കരിവളയിട്ടോളേ കറുത്ത പെണ്ണേ നിന്റെ ചെറുചിരി കാണാനായെന്തഴക്. കരിവളയിട്ടോളേ കറുത്ത പെണ്ണേ നിന്റെ ചെറുചിരി കാണാനായെന്തഴക്. നിൻ ചിരി കാണാൻ എന്തഴകാണേ, നിൻമൊഴി കേട്ടാൽ എന്തഴകാണേ. നിൻ ചിരി കാണാൻ എന്തഴകാണേ, നിൻമൊഴി കേട്ടാൽ എന്തഴകാണേ. കരിവളയിട്ടോളേ കറുത്ത പെണ്ണേ നിന്റെ ചെറുചിരി കാണാനായെന്തഴക്. ചെറുചിരി കാണാനായെന്തഴക്. അടിപൊളി പാട്ടായിരുന്നു. സൂപ്പറായിട്ട് പാടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷം ഏത് സമിതിയിലാണ് പാടുന്നത്? ഞാന് കാരാളപതി എന്ന് പറയുന്ന ആലപ്പുഴ പതി എന്ന് പറയുന്നത് പതി ഫോക്ക് ബാൻഡ് സമിതിയിലാണ് പാടുന്നത്. ശരത്ത് കാരാളപതി. എങ്ങനെയുണ്ട്? പ്രോഗ്രാം ഒക്കെ ഉണ്ട്? പരിപാടിയുണ്ട്. ഇപ്പം വെഞ്ഞാറമൂട് ബേസ് ചെയ്താണ് പരിപാടി ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പൊ സന്തോഷമാണ്. അങ്ങനെ വേണം. ദിലീപ് വേദിക എന്ന് പറയുന്ന നമ്മളെ ഏജന്റാണ് നമുക്കിപ്പോ പരിപാടി ഏജൻസി. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കേരളത്തിലെ മിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പിന്നെ ശരത്ത് എന്ന് പറഞ്ഞാൽ ശരത്ത് നല്ല ഒരു വൈറൽ താരവും കൂടെയാണ്. ഇറ്റയിലൊക്കെ പാടി വേറെ ഒരാളും കൂടാണ്. അപ്പൊ നിങ്ങളുടെ ഈ ട്രൂപ്പിലുള്ള എല്ലാവരും നല്ല രീതിയിൽ എല്ലാം നല്ല ആർട്ടിസ്റ്റുകളാണ്. നല്ല വിഷ്വലും കാര്യങ്ങളെല്ലാം ആണ്. വിഷ്വലൊക്കെ ചെയ്യുന്നത് അനന്തു പൂച്ചാക്കൽ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തും കൂടെയാണ്. പിന്നെ പാട്ടുകാരെല്ലാം നല്ല സൂപ്പർ, ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട പാട്ടുകാരിയാണ്. അപ്പൊ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതാ ഒരു ഗാനം? ഇപ്പൊ ഒരു പുതിയ പാട്ട് ഇപ്പം ചെയ്യാൻ പോണ്. പതിക്ക് വേണ്ടിട്ട് ഒരു വിഷ്വൽ പാട്ട് ചെയ്യുന്നുണ്ട്. ചെമ്പകച്ചേലെ ജലഴും തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു പാട്ട് ഇപ്പൊ എഴുതി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതുവരെ പുറത്തുകാരും കേട്ടിട്ടില്ല. വിഷ്വലുകാരന്റെ അടുത്തും പിന്നെ നമ്മുടെ മുതലാളികളുടെ അടുത്തും പറഞ്ഞു എന്നതേ ഉള്ളൂ. രണ്ടുപേരും അവതരിപ്പിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടി ഒരു ഗാനം കൂടെ പുതിയത്. ചെമ്പകച്ചേലെ ചേലെഴും തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. ചെമ്പകച്ചേലെ ചേലെഴും തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. എന്നെ പോറ്റി വളർത്തിയ എന്നമ്മ തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. എന്നെ പോറ്റി വളർത്തിയ എന്നമ്മ തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നും എന്നമ്മ തമ്പുരാട്ടി. തന്നെ തന്നെന്ന താനേ തന തന്നെ തന്നാനേ തന തന്നെ തന്നെന്ന താനേ തന തന്നെന്ന തന്നാനേ തന തന്നെ തന്നെന്ന താനേ തന തന്നെ തന്നാനേ തന തന്നെ തന്നെന്ന താനേ തന തന്നെ തന്നാനേ. ചെമ്പകച്ചേലെ ചേലെഴും തമ്പുരാട്ടി ദൂരക്കാഴ്ചയിലെന്നു എന്നമ്മ തമ്പുരാട്ടി. മനോഹരം, സൂപ്പറാണ്. ഇതൊക്കെ തകർക്കും. നല്ല ട്യൂണും അതിനൊപ്പിച്ചുള്ള ആ ശബ്ദവും. ഇദ്ദേഹത്തിന്റെ ശബ്ദം ഉണ്ടല്ലോ, ഒരു പ്രത്യേകതയുണ്ട്.
ഈ സുര നാവായിക്കുളം എന്ന് പറയുന്ന വ്യക്തി ഉം. ഓഡിയൻസിന് വേണ്ടി ഉം. ഓഡിയൻസിനെ ഇളക്കി മറിക്കത്തക്ക രീതിയിൽ പാടുന്ന ഒരു പാട്ട് തീർച്ചയായിട്ടും എല്ലാ വേദികളിലും നമ്മൾ ഓഡിയൻസിന് വേണ്ടി ഒരു പാട്ട് പാടുന്നു. തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? തനത് പാട്ടുകളായാലും അല്ലാതെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒരുപാട് കിടക്കുമല്ലേ. അതെ, അതേപോലെ പാട്ട് ഞാൻ തരാം. ആ. അയ്യന്നം കാവിത്താലാവരമ്പത്തേ തകതയ്യ അയ്യന്നം കാവിത്താലാവരമ്പത്തേ അയ്യന്നം കാവിത്താലാവരമ്പത്തേ തകതയ്യ അയ്യന്നം കാവിത്താലാവരമ്പത്തേ എലിയും പുലിയും പോലെ മയിലിറങ്ങമ്മ തകതയ്യ എലിയും പുലിയും പോലെ മയിലിറങ്ങമ്മ എലിയും പുലിയും പോലെ മയിലിറങ്ങമ്മ തകതയ്യ എലിയും പുലിയും പോലെ മയിലിറങ്ങമ്മ അയ്യന്നം കാവിത്താലാവരമ്പത്തേ തകതയ്യ അയ്യന്നം കാവിത്താലാവരമ്പത്തേ മയിലിന്റെ ഇറച്ചിയോട്ടെന്തിനും കൊള്ളാം തകതയ്യ മയിലിന്റെ ഇറച്ചിയോട്ടെന്തിനും കൊള്ളാം അത്താഴച്ചോറ്റീനോ കൂട്ടാനും കൊള്ളാം തകതയ്യ അത്താഴച്ചോറ്റീനോ കൂട്ടാനും കൊള്ളാം അയ്യന്നം കാവിത്താലാവരമ്പത്തേ തകതയ്യ അയ്യന്നം കാവിത്താലാവരമ്പത്തേ അയ്യന്നം കാവിത്താലാവരമ്പത്തേ തകതയ്യ അയ്യന്നം കാവിത്താലാവരമ്പത്തേ തകതയ്യ. അടിപൊളി അടിപൊളി. ഇതിൽ കൂടുതൽ എന്താ വേണം? സൂപ്പർ ആയിട്ടില്ലേ? മനോഹരമായ ഗായകനാണ്. പബ്ലിക് പ്ലേസിലായതുകൊണ്ടാണ്. ഇതിന്റെ കൂടെ മേളക്കൊഴുപ്പ് കൂടി വരുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളിയാണ്. സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം സ്റ്റേജുകളിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രോഗ്രാമിലും അദ്ദേഹം വന്ന് പാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാര്യം. ഇത്രയ്ക്ക് മനോഹരമായ ഒരു ഗായകൻ തിരുവനന്തപുരം ജില്ലയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും സുര, ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം വന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.